പല വസ്ത്രനിർമ്മാണശാലകളും ആരംഭിക്കുമ്പോൾ പരസ്യത്തിനായി പല വമ്പൻ ഓഫറുകളും പതിവാണ്. ഫ്രാൻസിൽ അടുത്തിടെ ആരംഭിച്ച ഒരു വസ്ത്രനിർമ്മാണശാല നൽകിയ ഓഫർ വിചിത്രമായിരുന്നു. അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് കടയിലെത്തുന്ന ആർക്കും ഇഷ്ടവസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തു ധരിക്കാം, തികച്ചും സൗജന്യമായി. ഫ്രാൻസിൽ ലയോണിലെ ഒരു വസ്ത്രവിൽപ്പനശാല ഒരുക്കിയ വിന്റർ കളക്ഷൻ വിൽപ്പന നൂറുകണക്കിന് ആളുകളെ ആകർഷിച്ചു. ജനുവരി 11-ന് തുണിക്കട തുറക്കുമ്പോൾ ആദ്യമെത്തുന്ന 100 പേർക്ക് വസ്ത്രങ്ങൾ സൗജന്യം എന്നതായിരുന്നു പരസ്യം. മരം കോച്ചുന്ന തണുപ്പിൽ അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചെത്തുന്നവർക്ക് മാത്രമായിരുന്നു ഈ സൗജന്യ വാഗ്ദാനം. വസ്ത്രങ്ങൾ സൗജന്യമായി ലഭിക്കുമെന്നറിഞ്ഞ് ആളുകൾ തലേന്ന് രാത്രി മുതലേ കടയ്ക്കു മുന്നിൽ ക്യൂ നിന്നു. ആദ്യമെത്തുന്ന 100 പേർക്ക് മാത്രമായിരുന്നു സൗജന്യ വസ്ത്രം വാഗ്ദാനം ചെയ്തിരുന്നത്. കടയിൽ തിക്കും തിരക്കും നിയന്ത്രണാധീനമാക്കാൻ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. വസ്ത്രധാരണമൊക്കെ പതിവിൻപടി, പക്ഷേ അരയ്ക്ക് കീഴ്പോട്ട് അടിവസ്ത്രം മാത്രം. 1-2 പേരല്ല, 3000 ആളുകൾ. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പാൻറിടാൻ മറന്നതല്ല, ഒക്കെ ഒരു തമാശ. ജനുവരി 8 ഞായറാഴ്ച ന്യൂയോർക്കിലെ സബ്വേയിൽ പതിവിൻപടി യാത്രയ്ക്കിറങ്ങിയവർ ആദ്യം ഒന്ന് പകച്ചു. യാത്രക്കാരിൽ ഒട്ടുമിക്കവർക്കും അരയ്ക്ക് കീഴ്പോട്ട് അടിവസ്ത്രം മാത്രം. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പാൻറിടാൻ മറന്നതായിരിക്കുമെന്ന് കരുതിയവർക്ക് പിന്നെയും ശങ്ക. ഇത്രയും പേർ ഒരുമിച്ച് പാൻറിടാൻ മറക്കുമോ? നോ പാൻറ് സബ്വേ എന്ന ഒരു കൂട്ട തമാശയാണ് ആളുകളെ അമ്പരപ്പിച്ചത്. ഇംപ്രൂവ് എവരിവെയർ എന്ന ഒരു ഇന്റർനെറ്റ് കൂട്ടായ്മ 11 വർഷങ്ങളായി ഈ പാൻറ്റൂരി നടത്തം സംഘടിപ്പിക്കുന്നു. ഇക്കൊല്ലം പാൻറ്റൂരി നടക്കാൻ 6500 പേർ സൈറ്റിൽ സമ്മതം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പങ്കെടുത്തത് 3000 പേർ മാത്രമായിരുന്നു. ന്യൂയോർക്കിൽ മാത്രമല്ല, വാഷിംഗ്ടൺ, ലണ്ടൻ, മെക്സിക്കോ സിറ്റി എന്നീ നഗരങ്ങളിലും ഇതേ ദിവസം ഈ തമാശ അരങ്ങേറി.